കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാം. എന്ത് 2024 മുതൽ താഴേക്കുള്ള എല്ലാ കഴിഞ്ഞ പ്രീവിയസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പാരബോളയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2024 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള മാർച്ചിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് focus, equation of directrix and length of lattice rectum of the parabola square is equal to 12y. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് പാരബോള എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയാണ്? y square is equal to 4ax, y square is equal to minus 4ax, x square is equal to 4ay and x square is equal to minus 4ay. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പാരബോളയുടെ ഇക്വേഷൻസ്. ഇതിന് ഫോർമുല എല്ലാം അറിയാമല്ലോ. ഈ ഇക്വേഷൻ എന്താണ്? ഫോക്കസിൻ്റെ ഒരു കോർഡിനേറ്റ് എയും ആയിരിക്കും, ഒരു കോർഡിനേറ്റ് 0 ആയിരിക്കും, വെർട്ടെക്സ് 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ക്വസ്റ്റ്യൻ എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ay ഇതിൽ ഏത് ഫോമാണ്? ഈ ഫോമാണ്. എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 12y എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 4ay ഫോമാണ്. ഇനി അതിൻ്റെ മീൻസ് ജോമെട്രിക്കൽ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ എസ് സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ y ആക്സിസ് ആണ് അതിൻ്റെ മെയിൻ. അവിടെ 4ay ഇങ്ങനെ വരയ്ക്കും അല്ലേ. ഇതിൽ ഈ പോയിന്റ് നമ്മൾ 0 ആണ്, ഒറിജിനാണ് വെർട്ടെക്സ്. പിന്നെ ഫോക്കസ് വന്നാൽ ഇത് വൈയുടെ കോർഡിനേറ്റ് ആണ്. വൈയുടെ കോർഡിനേറ്റ് y ആക്സിസിലുള്ള കോർഡിനേറ്റ് എപ്പോഴും എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈയുടെ വാല്യൂ ഇവിടെ a ആയിരിക്കും. ഇനി ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ a ഡിസ്റ്റൻസ് ഉള്ള ഇതാണ് ഡയറക്ട്രിക്സ്. ഇത് വന്നിട്ട് y ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. എന്താ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ y ഈസ് ഈക്വൽ ടു മൈനസ് a, ദാറ്റ് ഈസ് y പ്ലസ് a ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ കൺസേൺഡ് ഇക്വേഷൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏതെണ്ണം കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 12y ആണ്. നമുക്കുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay ആണ്. അപ്പോൾ 4ay ഈസ് ഈക്വൽ ടു 12. സോ a ഈസ് ഈക്വൽ ടു 12/4 പ്ലസ് 3. a3 കിട്ടി. ഇങ്ങനെല്ലാം എഴുതുന്നേ എന്തൊക്കെയാണ്? ഫോക്കസ് 0 a, it is 3. Directrix y plus a 3 is equal to 0. Length of lattice rectum. ഇത് നമ്മൾ വൈയുടെ കോഎഫിഷ്യൻറ്റിന് ലെങ്ത് ഓഫ് ലാക്ടസ് റെക്ടം എന്നത് ദാറ്റ് ഈസ് 4 is equal to 12. എല്ലാ ആൻസറും ആയില്ലേ? 3 മാർക്സ് എത്ര ഈസി ആയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മാർച്ച് 2022. അപ്പോൾ മാർച്ച് 2022 ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ ഫോക്കസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫോക്കസ് ഓഫ് പാരബോള ഇറ്റ് ഈസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. ചോയ്സസ് എന്തൊക്കെയാണ് തന്നേക്കണേ? ഇറ്റ് ഈസ് 1 40 b, so 2 0 2 and 3 it is 0 minus 4 it is 2 0. ഇവിടെ ഫോക്കസ് ഓഫ് പാരബോള കണ്ടുപിടിക്കുക. പാരബോളയുടെ ഫോക്കസ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ ഇറ്റ് ഈസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 8x. നമുക്കറിയാം y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax. സോ 4ax ഇസ് ഈക്വൽ ടു 8x. a is equal to 8/4, that gives 2 and it belongs to x coordinate. Okay, x 8x. അപ്പം നമ്മൾ x കോർഡിനേറ്റ് ആണിത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ y സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞാൽ ഈ പാരബോളയാണ്. ഇതിങ്ങനെയാണ് ഓപ്പൺ. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് a0. ഇത് പാരബോളയുടെ ഇക്വേഷൻ കേൾക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിലേത് കോർഡിനേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇവിടെ ആൻസർ എന്താ കിട്ടിയ? നമുക്ക് ഫോക്കസ് എന്താ?
20. ഇതിലേതാ ചോയ്സ്? ഫോർത്ത് വൺ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് മാർച്ച് 21 നോ ഇംപ്രൂവ്മെൻറ്റ് 21 ഇംപ്രൂവ്മെൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ്, ആക്സിസ് ആൻഡ് ലെങ്ത് ഓഫ് ലൈറ്റ് റെസ്റ്റും ഓഫ് ദ സെയിം പരാബോള. ഇത് മാർച്ചിൽ 22 ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, അത് കുറച്ചുകൂടെ വലുതായിട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് 2021 ചോദിച്ചിട്ടുണ്ട്. 21 ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നുന്ന സെപ്റ്റംബർ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയങ്ങളിലാണ്. ആ സമയത്തുള്ള ക്വസ്റ്റ്യൻ കോർഡിനേറ്റ്സ് ഓഫ് ഫോക്കസ്. ഏതാ ഇക്വേഷൻ? എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫോക്കസ്, ആക്സിസ്, then length of lattice vector. ഇത്രയും കണ്ടുപിടിക്കണം. ഓഫ് ഇക്വേഷൻ y² = 8x. നേരത്തെ ചെയ്ത അതേ സെയിം ക്വസ്റ്റ്യൻ അതിൽ ഫോക്കസ് നമുക്ക് കിട്ടിയായിരുന്നു. സോ y² = 8x. വി ഹാവ് y² = 4ax. സോ 4ax = 8x. x = 8/4 gives x. Now a is equal to 8/4 is equal to 2. So our focus ഏതാ? 20. ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? ആക്സിസ്. ഏത് ആക്സിസാ? ശരി, a4ax 8x. എക്സിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആക്സിസ് എക്സ് ആക്സിസ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താ? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം നമ്മളെപ്പോഴും പറഞ്ഞ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന കോഎഫിഷ്യൻ്റ് ആണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അപ്പം ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ഇറ്റ് ഈസ് 4a gives 8. ക്ലിയർ? ആൻസർ ആയില്ലേ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പം ഇംപ്രൂവ്മെൻറ്റിനൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്, അങ്ങനെയൊന്നും വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ മാത്തമെറ്റിക്സ് അത്യാവശ്യം എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പരീക്ഷ എന്നാലും പാസ് ഔട്ട് ആവാൻ പറ്റുള്ളൂ. ഇതൊരു ഈ ഭാഗം പഠിച്ചാൽ മാർക്ക് ഷുവറാണ്. ഇനി മാർച്ച് 21 ചോദിച്ചിട്ടുള്ളത് കൺസിഡർ y² മാർച്ച് 21 മാർച്ചിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പോയാൽ നമുക്ക് സിമിലർ ക്വസ്റ്റ്യൻസ്, സെയിം ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ എപ്പോഴും പറയാം സിമിലർ ക്വസ്റ്റ്യൻസ്, എല്ലാ പാഠത്തിൻ്റെയും സിമിലർ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും എല്ലാ ലെസൻ്റെയും. ഓക്കെ, അപ്പം 21 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്, മാർച്ച് 21 ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇക്വേഷൻ y² = 12x. എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫോക്കസ്, ആക്സിസ്, ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്റ്റം, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, ചെയ്യാമല്ലോ? നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. നമ്മൾ സിമിലർ നേരത്തെ ചെയ്തതാണ്. ഇവിടെ ഇക്വേഷൻ y² = 12x. We have y² = 4ax. So from 1 and 2 we have 4ax is equal to 12x. So x is equal to, no, a is equal to 12/4 gives 3. ഇനി ഫോക്കസ് എവിടെയാണ് വരുന്നത്? ഫോക്കസ് ഇത് y² = 12ax ഓപ്പൺ റൈറ്റ് അല്ലേ? അപ്പം അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് a0 gives 30. ആക്സിസോ സി ഇങ്ങനെ ഒരു ആക്സിസ് എക്സ് ആക്സിസ്. ഡയറക്ട്രിക്സോ, ഡയറക്ട്രിക്സ് എന്താ? ഇതിൻ്റെ ഡയറക്ട്രിക്സ് ഇതല്ലേ? ഇവിടെ ഇങ്ങോട്ട് a ആണെങ്കിൽ ഇങ്ങോട്ട് -a. അപ്പം x is equal to -a, that is x plus a is equal to 0. Length of lattice rectum എത്രയാ? ഇതിൻ്റെ കോഎഫിഷ്യൻ്റ്, എക്സ് ആക്സിസിൻ്റെ കോഎഫിഷ്യൻ്റ്, ദാറ്റ് ഇസ് 4a is equal to 12. ആൻസർ അല്ലേ? ഇനി അടുത്തത് 2019 ഇംപ്രൂവ്മെൻറ്റിന് ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ. ഇംപ്രൂവ്മെൻറ്റ് 2019. ലെറ്റ് y² = 4ax parabola. This parabola passes through 1, 2. Find the focus.
ഇതിനെന്താ ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ പാരബോള ഏതാ ഇക്വേഷൻ്റെ? y = 4ax. ഇതിൽ ഇറ്റ് പാസസ് ത്രൂ 1, 2, അതായത് x1 y1-ലൂടെ ഒരു കർവ് പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ കോർഡിനേറ്റ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് y1² = 4ax1. ഇവിടെ x1 y1 ഏതാ? 1, 2. അപ്പോൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2² = 4a × 1. 2² 4 gives 4a. So a = 1. 4/4 = 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കസ് ചെയ്താൽ ഫോക്കസ് a0. y² = 4ax എന്ന ഇതിൻ്റെ ഈ പാരബോളയുടെ ഫോക്കസ് a0. സോ ഹിയർ ഇറ്റ് ഈസ് a1 10. ആൻസർ ആയില്ലേ? ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്തോ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ചോദിച്ചിട്ടില്ല, ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്തായിരിക്കും? ഈ പാരബോളയുടെ ഡയറക്ട്രിക്സ് x + a = 0 അല്ലേ? അപ്പോൾ നമുക്ക് x + 1 = 0. ആക്സിസ് ഏതാ? y² = 4ax ആണെങ്കിൽ ആക്സിസ് x ആക്സിസ്. എന്തുകൊണ്ടാണ്? റൈറ്റ് സൈഡിൽ എന്താണോ കോർഡിനേറ്റ് വരുന്നത് ആ ആക്സിസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ x ആക്സിസ്. ലെങ്ത് ഓഫ് ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാക്റ്റിസ് റെക്ടം എന്താ? 4a. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. ഓക്കെ, എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പാരബോളയുടെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോയെന്ന് അറിയില്ല. ഒരു മാറ്റർ നമ്മളിനി അങ്ങോട്ടുള്ള കേഴ്സിൽ പഠിക്കുന്നുണ്ട്, എക്സെൻട്രിസിറ്റി. പാരബോളയുടെ എക്സെൻട്രിസിറ്റി എപ്പോഴും അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് ആൾവേസ് 1. പിന്നെ ഒന്നുകൂടെ ഉണ്ട്, നമ്മുടെ പാരബോളയുടെ ഇക്വേഷൻ ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. നമുക്കിവിടെ വെർട്ടെക്സ് 0, 0 ആയതുകൊണ്ടാണ് പാരബോളയുടെ ഇക്വേഷൻ ഇത്രയും സിമ്പിൾ. അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ഇക്വേഷൻസ് കിട്ടും. പക്ഷേ അതിൽ ഒരു എക്സിനോ വൈക്കോ ഒന്നിനും മാത്രം സെക്കൻഡ് ഡിഗ്രി ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മളത് പാരബോളയുടെ ഇക്വേഷൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നടത്തുന്നത് ഇക്വേഷനിൽ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു x² അല്ലെങ്കിൽ ഒരു y² ഇതേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പാരബോളയാവുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ equation of parabola with the focus 60 and directrix in the x = -6. ഫോക്കസ് 60 ആണ്, x = -6 ആണ്. ഡയറക്ട്രിക്സ് എങ്കിൽ ആക്സിസ് നമുക്കറിയാം x ആക്സിസിലാണ് അല്ലേ? ഇനി ഫോക്കസിൻ്റെ കോർഡിനേറ്റ് a, it is positive here. So our parabola should be just like this. And the coordinate is 60. We have the equation. Which one? y² = 4ax. That is 4 × 6 × x gives 24x. y² = 24x. Our answer. Okay, thank you. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Okay, find the equation of directrix and focus of 4x² + y = 0. ഇത് ഏത് കർവിൻ്റെ ഇക്വേഷൻ ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് ഏത് കർവിൻ്റെയാണ്? ഇപ്പോൾ പരീക്ഷയ്ക്ക് പാരബോളയുടെ മാത്രമായിട്ട് എക്സാം അല്ലല്ലോ നടക്കുക. നമ്മൾ കോണിക്കൽ സെഷനിൽ കുറേ സാധനങ്ങൾ പഠിച്ചില്ലേ? എലിപ്സ് പഠിക്കും, ഹൈപ്പർബോള പഠിക്കും, സർക്കിൾ പഠിക്കും. അതിനകത്ത് ഈ ഒപ്പം പാരബോളയും പഠിക്കും. അതിനകത്ത് ഈ ഇക്വേഷൻ ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സിൻ്റെയോ വൈൻ്റെയോ സ്ക്വയർ ടൈം ഒന്ന് മാത്രം വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് പാരബോളയുടെ. ഇപ്പോൾ സർക്കിളിൻ്റെ നമ്മൾ പഠിച്ചപ്പോൾ x² + y² എന്നില്ലേ? y കോർഡിനേറ്റ് 0 ആവുന്ന കണ്ടീഷൻ ഇല്ല. ഓക്കെ, x² + y² എന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് വന്നിട്ട് 4x² + y = 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ വൈനെ ഇപ്പുറത്ത് കൊണ്ടുപോകണം.
ഓക്കെ. അപ്പോൾ 4i² ഈസ് ഈക്വൽ ടു -y. ഇനി റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എപ്പോഴും s² y² ഉള്ള ടേംസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതിനെ s² ഈസ് ഈക്വൽ ടു ഈ വൈനെ ഇതിനെ പുറത്തുകൊണ്ട് വരുമ്പോൾ എന്താവും -y/4. ദാറ്റ് ഈസ് s² ഈസ് ഈക്വൽ ടു -1/4y. ക്ലിയർ ആയോ? ഇപ്പോൾ ay ഫോമിലായില്ലേ, s² ഈസ് ഈക്വൽ ടു -ay. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ആണ്. അതിൽ നമുക്ക് എന്ത് വേണം? j വേണം. നമ്മൾ ഈ പടം എങ്ങനെ വരയ്ക്കും? s² ഈസ് ഈക്വൽ ടു മൈനസ് വരുമ്പോഴത്തേക്കും -4ay എന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺവേർഡ് ആയിട്ട് വരയ്ക്കുക. അത് നിങ്ങൾ ഓർത്തോണം. നമ്മൾ ഈ കൺസെപ്റ്റ് ഇക്വേഷൻ കണ്ടാൽ ആ പടം എങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്ട്രിക്സിൻ്റെ ചിഹ്നം എന്തെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പം ഇത് 0 0, ഇത് ഫോക്കസ്, ഇത് ഡയറക്ട്രിക്സ്. ഫോക്കസ് ഏതാ? ഫോക്കസ് ഇപ്പം എ കണ്ടുപിടിക്കണം നമുക്ക്. s² ഈസ് ഈക്വൽ ടു 4ay എന്ന -4ay എന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ -4a ഈസ് ഈക്വൽ ടു -1/4. സോ a ഈസ് ഈക്വൽ ടു 1/16. ഓക്കെ. ഇനി അതിൻ്റെ ഫോക്കസ് ഈ ടൈമിൽ വരുന്ന ഇതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ നെഗറ്റീവ് സൈഡ് അല്ലേ. അപ്പോൾ ഇത് y കോർഡിനേറ്റുമാണ്. അപ്പം ഫോക്കസ് s കോർഡിനേറ്റ് ഏതാ വരിക? 0 വരും. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ്, yക്ക് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ -1/16, അതായത് -a. ഡയറക്ട്രിക്സ് ആണെങ്കിലോ, ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഇത് നെഗറ്റീവാണ്, മുകളിലേക്ക് വരുമ്പോൾ ഇത്രയും +1/16. അപ്പം y ഈസ് ഈക്വൽ ടു 1/16. ദാറ്റ് ഈസ് y -1/16 ഈസ് ഈക്വൽ ടു 0. യൂസ് 16y -1 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ക്ലിയർ ആയില്ലേ?